ബി ടീം ഇന്നലെ ലാലേട്ടനായി ഒരുക്കിയ ഗ്രാൻഡ് വെൽക്കം കണ്ടിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ ഒരു ഗ്രാൻഡ് വെൽക്കം ആയിരുന്നു ലാലേട്ടനുണ്ടായിരുന്നത്. BB7 സ്റ്റേജിൽ വെച്ചായിരുന്നു ലാലേട്ടന് ഇതുപോലൊരു അവാർഡ് ലഭിച്ചതായി ന്യൂസ് റിപ്പോർട്ട് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് BB7 ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. ലാലേട്ടനായി അവർ ഒരുക്കി വെച്ചിരുന്നത് വലിയ സമ്മാനങ്ങളായിരുന്നു. BB ഹൗസിൽ ലാലേട്ടനായി ഒരു ട്രിബ്യൂട്ടും അവർ ഒരുക്കിയിരുന്നു. ബിഗ് ബോസ് ടീമിന്റെയും ബിഗ് ബോസ് സ്പോൺസർ ടീമിന്റെയും വകയായി ലാലേട്ടന് ഒരു മൊമെന്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങോട് കൂടി അവർ അവിടെ അവരുടെ ആഘോഷം തുടർന്നു. നമുക്ക് ഓരോരുത്തർക്കും അഹങ്കരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു ലാലേട്ടന് കിട്ടിയ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ലാലേട്ടന് ഇതിനു മുന്നേ 9 സ്റ്റേറ്റ് അവാർഡും 5 നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ശരിക്കും അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയാണ്. ഇനി നമ്മുടെ മമ്മൂക്കാക്കും ഇതുപോലൊരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിൽ പരം സന്തോഷിക്കാൻ വേറെ എന്തു വേണം? ശരിക്കും ഡിസേർവ് ആയ രണ്ടുപേർ തന്നെയാണ് മമ്മൂക്കയും ലാലേട്ടനും. കാരണം അവരുടെ ജീവിതത്തിന്റെ 3/4 ഭാഗവും അവർ സ്പെൻഡ് ചെയ്തത് സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമ എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അവാർഡ് വളരെ ഡിസേർവിംഗ് തന്നെയായിരുന്നു. ചെറുപ്പം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ ലാലേട്ടൻ ഇന്നിതാ ദൃശ്യം 3യുടെ ഷൂട്ടിങ്ങിലാണ്. ഇനിയും ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നലെ BB ഹൗസിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ അവാർഡിനായി നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത്. അവ നമ്മെ തേടി എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വരാനുള്ളതെല്ലാം അത് നമ്മളെ തന്നെ തേടിയെത്തും. കൂടുതൽ BB അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.